ഇവിടെ റമദാൻ മാസമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം. അത് അവസാനത്തെ 10-ലാണ്. ഖുർആൻ ഒറ്റ രാത്രി കൊണ്ട് അവതരിപ്പിച്ചതല്ലേ, ഘട്ടം ഘട്ടമായിട്ടാണ് അവതരിപ്പിച്ചത്. ഹിറാ ഗുഹയിലെ സംഭവം ആ മാസം റമദാൻ അല്ല. അതുപോലെ ഖുർആൻ പൂർത്തീകരിച്ച മാസം റമദാൻ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുന്നത്? ഇങ്ങനെ പള്ളിയിൽ ഉണ്ടായ ചില ചർച്ചകളാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ ശ്രോതാവ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് നമുക്ക് ഖുർആൻ ഇറങ്ങിയ മാസവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളോട്, ഈ ഒരു ശ്രോതാവിനോട് പറയാനുള്ളത്? ഇവിടെ ചോദ്യത്തിൽ പല വിഷയങ്ങളുണ്ട്. അതൊരു പല വിഷയങ്ങളുള്ളത് കാരണത്താൽ ഉത്തരം എങ്ങനെ ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുപോകാം ഇൻഷാ അല്ലാഹ്. ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയെ മൊത്തം കൊണ്ടുവന്നിട്ടാണ് ഇതിൽ. അതുകൊണ്ടാണ് ഇതിൽ കുറേ മസാലകൾ വരുന്നത്. ഇൻഷാ അല്ലാഹ്. റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ വ്യക്തമായ പ്രസ്താവനയാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞു, വ ഉൻസിലൽ ഖുർആനു ലി 24 മദത് മിൻ റമദാൻ. വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു. അത് റമദാനിൽ 24 നാളുകൾ കഴിഞ്ഞപ്പോൾ, പിന്നിട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ 25 രാവിൽ, ഒറ്റ രാവിൽ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ്. പക്ഷേ ഇത് എങ്ങനെ? വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഖണ്ഡശയായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഖണ്ഡശയായിട്ടാണ് 23 വർഷങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരണം പൂർത്തീകരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വ ഖുർആനൻ ഫറഖ്നാഹു എന്നുള്ള പറഞ്ഞല്ലേ, വിശുദ്ധ ഖുർആൻ അല്ലാഹു ഫറഖ്നാഹു എന്നാണ് പറഞ്ഞത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വനസ്സൽനൽ ഖുർആന തൻസീല അങ്ങനെ പറഞ്ഞത്. ഖുർആനെ തൻസീലാക്കി ഇറക്കിയതാണ്. ആ ഇറക്കലിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ആ പ്രയോഗം. ഏതായാലും ആ പ്രയോഗം എന്താണ്? ഇതാണ്. പിന്നെ വിശുദ്ധ മദീനയിൽ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായിരിക്കെ ഇറങ്ങിയ ഭാഗങ്ങളുണ്ട്, വിശുദ്ധ മദീനയിലായിരിക്കെ ഇറങ്ങിയ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ മക്കയിലായിരിക്കെ ഇറങ്ങിയതിന് മക്കി എന്ന് പറയും, അല്ലെങ്കിൽ സൂറത്തുകൾക്ക് മക്കിയത്തായ സൂറത്തുകൾ എന്ന് പറയും. വിശുദ്ധ ഖുർആൻ മദീനയിൽ ഇറങ്ങിയതിന് മദനി എന്ന് പറയും. അങ്ങനത്തെ സൂറത്തുകൾക്ക് മദനീയത്തായ സൂറത്തുകൾ എന്ന് പറയും. പിന്നെ മക്കയുടെ പരിസരങ്ങളിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കെ ഇറങ്ങിയ സൂറത്തുകളുണ്ട്, ആയത്തുകളുണ്ട്. മദീനയുടെ പരിസരങ്ങളിലായിരിക്കെ ഇറങ്ങിയ ആയത്തുകളുണ്ട്. മക്ക മദീന വഴികളിലായിരിക്കെ ഇറങ്ങിയതുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും പറഞ്ഞതെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് ഇറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പിന്നെ ഖണ്ഡശയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊക്കെ പറഞ്ഞത്, അസ്സമാ ഉദ്ദുന്യ എന്ന് പറഞ്ഞാൽ നമ്മളോട് അടുത്ത ആകാശം. ഈ അടുത്ത ആകാശത്തിലേക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന ഒരു ഭവനത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള അസറിൽ. അത് പിന്നെ പല സഹാബികളും അല്ലെങ്കിൽ താബഈങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഒന്നിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നാണ് ഇതിൻ്റെ ഖണ്ഡശയായിട്ടുള്ള അവതരണം ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നിച്ചുള്ള ഈ ലൗഹിൽ നിന്നുള്ള വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയും അതിനെ തുടർന്ന് സൂറത്തുൽ അലഖിലെ ആദ്യ 5 വചനങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം തുടങ്ങുന്ന 5 വചനങ്ങൾ, അതിൻ്റെ ഇറക്കവും അത് ഈ റമദാൻ ഒറ്റ രാവിലാണ്. 25 രാവിൽ, റമദാൻ 24-ന് 25 രാവിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഒന്നിച്ചിറക്കി. പിന്നെ ആദ്യത്തെ 5 വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറയിലായിരിക്കെ ഖുർആൻ്റെ അവതരണത്തിന് തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിച്ചത് ഒന്നിച്ചിറങ്ങിയിട്ട് പിന്നെ അതിൽ നിന്നുള്ള 5 വചനങ്ങളെ പിന്നെ ഹിറയിലേക്ക് അവതരിപ്പിച്ച അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് പൂർത്തിയായ ആ വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ മുതൽ ചില സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി.
ആ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ഇങ്ങനെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ മിസ്ലൽ ഫലഖ്, അരുണോദയം പ്രഭാതോദയം കണക്കെ അത് സത്യമായിട്ട് പുലരും, കണ്ടതുപോലെ പുലരുന്ന അവസ്ഥയിൽ സ്വപ്നം കണ്ടു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹുബ്ബിബ ഇലൈഹിൽ ഖലാ എന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കാനുള്ള ആഗ്രഹം മൂത്തു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ മാസം മുതൽ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ തുടങ്ങിയത്. ഇവിടെ ഈ മക്കയിലെ ആൾത്തിരക്കിൽ നിന്നും അതേപോലെ തന്നെ അവിടെയുള്ള ഒരു അന്ധകാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അവസ്ഥയാണല്ലോ കഅബയുടെ പരിസരം, അവിടുന്ന് ഒഴിഞ്ഞിരിക്കാൻ തോന്നി. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുൻ നൂറിൽ തിരഞ്ഞെടുത്തിട്ട് അതിൽ ഗാർ ഹിറയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിഞ്ഞ് പോയി ഇരുന്ന് റസൂലുള്ളാഹി കാന യതഹന്നസ് യതഅബ്ബദ്, ആരാധനയിൽ കഴിഞ്ഞുകൂടിയിരുന്നൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. ആ ആരാധനയിൽ തുടരവെയാണ് ഒരു ദിവസം റമദാൻ മാസത്തിൻ്റെ ഈ ഒരു രാവിൽ മലക്ക് ജിബ്രീൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതീർണമാകുന്നത്. എന്നിട്ട് ഇഖ്റ എന്ന് പറഞ്ഞ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 ആയത്തുകളെ വഹി നൽകിയത്. മനസ്സിലായി? ആ തുടക്കം അത് റമദാനിലായിരുന്നു. പിന്നെ ഈ നിലക്കുള്ള അവതരണവും റമദാൻ മാസത്തിലായിരുന്നു. അതാണ് ഇവിടെ ഈ പറയുന്നത്. മനസ്സിലായി? ഈ ഒരു ചരിത്രം, ഇതിൻ്റെ ഒരു വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായി ഈ ഒരു പ്രശ്നങ്ങൾ മാറും. അൽഹംദുലില്ലാഹ്.